നമസ്കാരം, വ്യൂ പോയിന്റ് മീഡിയയിലേക്ക് സ്വാഗതം. ഞാൻ ഷാജി മോൻ ചൂരൽമല. വീണ്ടും യൂണിഫോം സിവിൽ കോഡ് അഥവാ ഏക സിവിൽ കോഡ് ചർച്ചകളിൽ നിറയുകയാണ്. ഇന്ന് സുപ്രീം കോടതി ഒരു വിധിയിൽ ഏക സിവിൽ കോഡ് നടപ്പിലാക്കാനുള്ള സമയമായിരിക്കുന്നു എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഗവൺമെന്റിന്, പൊതുസമൂഹത്തിന്. ഒരു വലിയ ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട് പലരിലും, ആശങ്കകൾ പടർത്താൻ ശ്രമിക്കുന്നുണ്ട് പലരും ഏക സിവിൽ കോഡിനെ കുറിച്ച്. ചിലരുടെ മതപരമായിട്ടുള്ള അവകാശങ്ങളിലേക്കുള്ള ഒരു കടന്നുകയറ്റമാവുമോ ഏക സിവിൽ കോഡ് എന്ന് നമ്മളൊന്ന് പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. വളരെ ലളിതമായി, എനിക്ക് സാധിക്കുന്ന രീതിയിൽ സാധാരണക്കാരൻ്റെ ഭാഷയിൽ വളരെ ലളിതമായി എന്താണ് ഏക സിവിൽ കോഡ് എന്ന് പറയുവാൻ ശ്രമിക്കുകയാണ് ഈ വീഡിയോയിലൂടെ. നമുക്കറിയാം, ഭരണഘടനയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കഴിഞ്ഞ കുറച്ച് നാളുകളായി രാഹുൽ ഗാന്ധി രാജ്യത്തോട് പറയുകയാണ് ഭരണഘടനാ മൂല്യങ്ങൾ നിലനിർത്തണം, ഭരണഘടന സംരക്ഷിക്കപ്പെടണമെന്ന്. ഭരണഘടനയിൽ നിർദ്ദേശക തത്വങ്ങൾ എന്നുള്ള ഒരു ഭാഗമുണ്ട്. അതായത് 36 മുതൽ ഇന്ത്യൻ ഭരണഘടനയുടെ 4-ാം ഭാഗത്ത് 36 മുതൽ 51 വരെയുള്ള നിർദ്ദേശ അനുച്ഛേദങ്ങളാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നത്. അതിലെ 44-ാം മാർഗനിർദ്ദേശ അനുച്ഛേദമാണ്, 44-ാം ആർട്ടിക്കിൾ 44 നോക്കൂ, ഈ ഏക സിവിൽ കോഡിനെ കുറിച്ച് പറയുന്നത്. ഏക സിവിൽ കോഡ് നടപ്പിലാക്കണം എന്നാണ് ഈ ആർട്ടിക്കിൾ 44 നമ്മോട് പറയുന്നത്. ഇത് ഭരണഘടന നിർദ്ദേശിച്ചതാണ്. ഇത് രാജ്യത്തിൻ്റെ സുഗമമായ മുന്നോട്ട് പോക്കിനും സർവർക്കും സമത്വം നൽകുവാനും വേണ്ടിയുള്ള നിർദ്ദേശക തത്വമാണ്. ആർട്ടിക്കിൾ 44 നമ്മുടെ ഏക സിവിൽ കോഡിനെ കുറിച്ച് പരാമർശമുള്ളത്, നടപ്പിലാക്കണമെന്ന് നിർദ്ദേശിക്കുന്നത്. എന്താണ് ആർട്ടിക്കിൾ 44 കൊണ്ട്, അതായത് അനുച്ഛേദം 44 കൊണ്ട് ഉദ്ദേശിക്കുന്നത്? പ്രധാനപ്പെട്ട 4 കാര്യങ്ങളാണ് ആർട്ടിക്കിൾ 44 മുന്നോട്ട് വയ്ക്കുന്നത്. അതൊന്ന്, നിയമത്തിന് മുമ്പിൽ തുല്യത പ്രോത്സാഹിപ്പിക്കുക. നിയമത്തിന് മുമ്പിൽ എല്ലാവരും തുല്യരാണ്, സ്ത്രീയും പുരുഷനും ജാതി മത വർഗ വർണ്ണഭേദമില്ലാതെ എല്ലാവരും തുല്യരാണെന്നുള്ള തുല്യത പ്രോത്സാഹിപ്പിക്കുക. ലിംഗനീതി ഉറപ്പാക്കുക, സ്ത്രീയും പുരുഷനും തുല്യരാണെന്നുള്ള നീതി ഉറപ്പാക്കുക. ദേശീയ ഐക്യം ശക്തിപ്പെടുത്തുക, കാരണം ഈ വൈവിധ്യങ്ങളെക്കാളും ഒരു ഏകത്വം ഉണ്ടാകുവാൻ വേണ്ടി സഹായിക്കുക. അതായത് സിവിൽ നിയമത്തിൽ നിന്ന് മതത്തെ വേർപെടുത്തുക. ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. വിശ്വാസത്തിൽ നിന്നല്ല, നോക്കൂ, നിങ്ങൾ കൃത്യമായിട്ട് പറയണം, വിശ്വാസത്തിൽ നിന്നല്ല, സിവിൽ നിയമങ്ങളിൽ നിന്ന് മതത്തെ വേർപെടുത്തുക. അതാണ് എല്ലാവർക്കും സംശയമുണ്ടാക്കുന്ന, എല്ലാവരും എതിർക്കപ്പെടുന്നത്. എന്തുകൊണ്ടാണ് ആ ഒരു വാക്ക് ഉദ്ദേശിച്ചത്? സ്ത്രീ പുരുഷ സമത്വം വേണമെന്നുള്ളതൊക്കെ എല്ലാവർക്കും അറിയാം. സിവിൽ നിയമങ്ങളിൽ നിന്ന് എന്തുകൊണ്ടാണ് ഈ നിയമങ്ങളിൽ നിന്ന് ഇപ്പോൾ സാധാരണഗതിയിൽ സിവിൽ നിയമങ്ങളിലും മതം കൈകടത്തുന്നുണ്ടോ? നമ്മൾ അതിനെക്കുറിച്ചൊന്ന് പരിശോധിക്കാം. നോക്കൂ, ഒരു പൊതുവായിട്ടൊരു നിയമം രാജ്യത്തുള്ളത്, അതായത് മതത്തിനെ അടിസ്ഥാനമാക്കിയല്ല, അതായത് രാജ്യം മുന്നോട്ട് വെച്ച, രാജ്യത്തിൻ്റെ ഭരണഘടന മുന്നോട്ട് വെച്ച ഒരു നിയമം അനുസരിക്കുന്നത്, ഇല്ലെങ്കിൽ നിയമം അനുസരിക്കാൻ ബാധ്യസ്ഥർ ഇന്നത്തെ നിലയിൽ ഇന്ത്യയിൽ ഹിന്ദു, സിഖ്, ജൈന, ബുദ്ധ വിഭാഗങ്ങൾ മാത്രമാണ്. അവർക്ക് മാത്രമാണ് രാജ്യത്തൊരു പൊതു നിയമമുള്ളത്. ഈ രാജ്യം അവരുടെ മത നിയമങ്ങളല്ലാതെ എല്ലാവർക്കും, ഇവർക്കും ഈ മത നിയമങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. ആദ്യമൊക്കെ സ്വത്തിൻ്റെ കാര്യത്തിൽ ഹിന്ദു സ്ത്രീകൾക്കൊന്നും വലിയ സ്വത്തിലൊന്നും അവകാശം ഉണ്ടായിരുന്നില്ല. അതൊക്കെ പല നിയമങ്ങളിലും ഘട്ടം ഘട്ടമായി, ബ്രിട്ടീഷുകാരുടെ കാലം മുതൽ ഘട്ടം ഘട്ടമായി വന്ന നിയമങ്ങളിലൂടെയാണ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യത വന്നത്. ഇന്ന് ചിലപ്പോൾ ഈ ഏക സിവിൽ കോഡ് വരികയാണെങ്കിൽ അത് വലിയ രീതിയിൽ ബാധിക്കാത്തത് ഹിന്ദു, ബുദ്ധ, സിഖ്, ജൈന മതവിഭാഗങ്ങളെ ആയിരിക്കാം. ഭരണഘടന പ്രകാരം ഈ 4 വിഭാഗങ്ങളെ ഹിന്ദു എന്നുള്ള ഒരു വാക്കിലാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അവർക്ക് ആദ്യം തന്നെ 1956 ഹിന്ദു കോഡ് എന്നുള്ള രീതിയിൽ ഒരു നിയമം കൊണ്ടുവന്നു. 1954-ലും 55-ലും അത് വലിയ ചർച്ചകൾ നടന്നു. പാർലമെന്റ് സെഷനിൽ വലിയ ചർച്ചകൾ നടന്നു. അതിനുശേഷം 1956-ൽ ഹിന്ദു കോഡ് എന്ന പേരിൽ അതുവരെയുള്ള മത നിയമങ്ങൾ, മറ്റ് പല നിയമങ്ങളനുസരിച്ച്, നമുക്കറിയാം, സ്മൃതികളിലുള്ള നിയമങ്ങളൊക്കെ അനുസരിച്ചായിരുന്നു ഹിന്ദു വിശ്വാസങ്ങളും ഹിന്ദുവിൻ്റെ ഈ നിയമങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് മാറ്റി വെച്ചുകൊണ്ട് ഒരു പൊതു നിയമം ഹിന്ദു കോഡ് എന്ന പേരിൽ രാജ്യം, നമ്മളുടെ സ്റ്റേറ്റ്, ഈ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ സർക്കാർ ഈ 4 മതവിഭാഗങ്ങൾക്കും, ഭാരതീയ ദർശനങ്ങളിൽപ്പെട്ട ഈ 4 മതവിഭാഗങ്ങൾക്കും ഒരു പൊതു നിയമം അനുശാസിച്ചു, അത് നിർദ്ദേശിച്ചു, അത് നടപ്പിലാക്കി. നിയമം മൂലം അവർക്ക് മതത്തിൽ നിന്ന് വേർപെട്ട്
ഈ രാജ്യത്തിൻ്റെ നിയമങ്ങൾ അനുസരിക്കുന്ന ഹിന്ദു, സിഖ്, ബുദ്ധ മതവിഭാഗങ്ങൾ. അത് 1956 വന്ന ഹിന്ദു കോഡ് എന്ന് പറയുന്ന നിയമങ്ങൾ. അക്കാലത്ത് ഈ യാഥാസ്ഥിതികരായിട്ടുള്ള ആളുകൾ, യാഥാസ്ഥിതിക സർദാർ വല്ലഭായ് പട്ടേൽ അടക്കം, നമ്മുടെ പ്രസിഡന്റായിരുന്ന രാജേന്ദ്ര പ്രസാദ് അടക്കമുള്ള ആളുകൾ ഇതിനെ എതിർത്തു, വലിയ രീതിയിൽ ഇതിനെ എതിർത്തു. പക്ഷെ പിന്നീട് ഇത് നടപ്പിലാക്കി, ഹിന്ദു കോഡ് നടപ്പിലാക്കി. ആ ഹിന്ദു കോഡുകൾ രാജ്യത്തിൻ്റെ നിയമം ഹിന്ദു, സിഖ്, ജൈന വിഭാഗങ്ങൾ അനുസരിക്കുന്നു. അതാണ് അവർക്ക് നിയമം, രാജ്യത്തിൻ്റെ നിയമമാണ്. പക്ഷേ അതിൽ നിന്ന് ഒരു മാറി നിൽക്കുന്നത് മുസ്ലിം സമൂഹമാണ്. മുസ്ലിം സമൂഹത്തിന് ഇപ്പോഴും ശരീഅത്ത് പ്രകാരമുള്ളതാണ് നിയമങ്ങൾ. എല്ലാ കാര്യങ്ങളിലും അങ്ങനെയല്ല കേട്ടോ. അതായത് നോക്കൂ, മുസ്ലിം സമൂഹത്തിന് ക്രിമിനൽ നിയമങ്ങൾ പൊതുനിയമമാണ് ഇന്ത്യയിൽ. ക്രിമിനൽ നിയമങ്ങൾ, ഇപ്പോൾ ക്രിമിനൽ നിയമം ശരീഅത്ത് പ്രകാരം കട്ടവൻ്റെ കൈവിട്ടും, അങ്ങനെ എന്തൊക്കെയോ വിഭജിച്ചവനെ കല്ലെറിഞ്ഞു കൊല്ലും. അതൊന്നും ജനാധിപത്യ സമൂഹത്തിൽ ആശ്വാസ്യമല്ല, അംഗീകരിക്കാനുമായില്ല. 6-ാം നൂറ്റാണ്ടിലെ കാടൻ നിയമം എന്നൊക്കെ നമുക്കതിനെ പറയേണ്ടി വരും. അപ്പോൾ ഒരു മനുഷ്യത്വപൂർവ്വമായിട്ടുള്ള നിയമങ്ങളാണുള്ളത്, അവൻ്റെ നിരപരാധിത്വം തെളിയിക്കാനൊക്കെയുള്ള. അപ്പോൾ ഇന്ന് ആ നിയമങ്ങൾ എല്ലാവർക്കും ഇന്ത്യയിൽ, ഹിന്ദുവിനും സിഖുകാരനും മുസ്ലിമിനും ഒക്കെ ക്രിമിനൽ നിയമങ്ങൾ ഒന്നായിരിക്കെ സിവിൽ നിയമങ്ങൾ മാത്രം. സിവിൽ നിയമങ്ങൾ നോക്കൂ, ഒരു മക്കൾക്ക് പിതാവ് മരണപ്പെട്ടാൽ മക്കൾക്ക്, പെൺകുട്ടികളാണെങ്കിൽ അവർക്ക് സ്വത്ത് കിട്ടില്ല, പിതാവിൻ്റെ സഹോദരന്മാർക്കാണ് സ്വത്ത് കിട്ടുക. അങ്ങനെയൊക്കെയുള്ള നമുക്ക് ഒരു വക്കീൽ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം വീണ്ടും വിവാഹിതരായ കാര്യമൊക്കെ അറിയാമല്ലോ, നമുക്കറിയാം. നമ്മൾ ഈ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെട്ടാണ്. സ്വന്തം മക്കൾക്ക്, ഞാൻ അധ്വാനിച്ച സ്വത്തിൻ്റെ മക്കൾക്ക് കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് അറിയപ്പെടുന്ന ഷുക്കൂർ വക്കീൽ, അദ്ദേഹം, നിങ്ങൾ ആ കാര്യങ്ങൾ ചിന്തിക്കുക. ഇങ്ങനെയുള്ള സ്ത്രീകളോട് ഡിസ്ക്രിമിനേഷൻ ഇസ്ലാമിൽ വലിയ രീതിയിലുണ്ട്, ശരീഅത്തിലുണ്ട്. സ്ത്രീകൾക്ക് സ്വത്തിൻ്റെ കാര്യത്തിൽ അത്തരമുള്ള കാര്യങ്ങൾ ആ മതത്തിനപ്പുറത്ത് സിവിൽ നിയമങ്ങൾ കൂടി, നിയമത്തിൻ്റെ കാര്യത്തിൽ സിവിൽ നിയമങ്ങൾ കൂടി ഈ രാജ്യത്തെ എല്ലാവർക്കും ബാധകമാക്കുക എന്നുള്ളത് തന്നെയാണ് ഏക സിവിൽ കോഡിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഒരു പൊതു നിയമത്തെക്കുറിച്ചുള്ള ചിന്ത തുടങ്ങിയത്, അതിനുവേണ്ടിയുള്ള പരിശ്രമം തുടങ്ങിയത് ബ്രിട്ടീഷുകാരുടെ കാലം മുതലായിരുന്നു. 1937 ഹിന്ദു സ്ത്രീകളുടെ സ്വത്തവകാശ നിയമപ്രകാരം ദേശ്മുഖ് ബിൽ എന്ന പേരിൽ ഒരു ബില്ല് വന്നു, ഒരു നിയമം വന്നു. അത് ശുപാർശ ചെയ്യപ്പെട്ടു. 1944 ബ്രിട്ടീഷുകാരുടെ കാലത്താണ്, നിങ്ങൾ ചിന്തിക്കണം. 1944 ഇതിനു വേണ്ടി ഒരു സമിതി രൂപീകരിക്കപ്പെട്ടു. 1947 ഇന്ത്യൻ പാർലമെന്റിൽ ഈ റിപ്പോർട്ട് സമർപ്പിച്ചത്. 1947 ഇതിനെ തുടർന്നാണ്, ഈ 47 തുടർന്നാണ് വലിയ, നോക്കൂ, 1948 1950 വരെയുള്ള കാലാവധി ആ പാർലമെന്റിന്റെ കാലാവധി. അതിനുശേഷം 1951 മുതൽ 54 വരെയുള്ള കാലാവധി. ഈ പാർലമെന്റ് സെഷനുകളിലും ഇത് വലിയ ചർച്ചകൾ വന്നു. അങ്ങനെയാണ് 1956 ഹിന്ദു കോഡ് എന്ന പേരിൽ ഒരു നിയമം വരും. അതിലൂടെ ഹിന്ദു സ്ത്രീകൾക്ക് ഒരുവിധം നീതി ലഭിച്ചു. നോക്കൂ, ഈ അതിനുശേഷം ഇത്തരം എല്ലാവർക്കും ഒരു നിയമം എന്നുള്ള ഒരു പുരോഗമനപരമായിട്ടുള്ള ഈ കാലഘട്ടത്തിനനുസരിച്ചുള്ള വരും കാലഘട്ടത്തിനനുസരിച്ചുള്ള ഒരു നിയമം വരാൻ വേണ്ടി 1872 ഒരു സ്പെഷ്യൽ മാരേജ് ആക്ട് ഉണ്ടായിരുന്നു. ആ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം ഇപ്പോൾ അതിന് പരിമിതികളുണ്ട്. പരിമിതികൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവർക്ക് ഈ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം വിവാഹം രജിസ്റ്റർ ചെയ്യണമെങ്കിൽ, നോക്കൂ, മതം ഒഴിവാക്കണം. ഹിന്ദു ആണെങ്കിൽ ഹിന്ദു മതത്തിൽ നിന്ന് മാറണം, മുസ്ലിം ആണെങ്കിൽ മുസ്ലിം മതത്തിൽ നിന്ന് അങ്ങനെയുണ്ട്. അതുകൊണ്ട് തന്നെ അത് പരാജയപ്പെട്ടു. പിന്നീട് 1956 ഹിന്ദു കോഡ് വന്നു. അപ്പോഴും മുസ്ലിം ജനവിഭാഗം ഇതിൽ നിന്ന് പുറത്തായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആദ്യത്തെ സ്പെഷ്യൽ മാരേജ് ആക്ടിന് ശേഷം 1954 ഒരു സ്പെഷ്യൽ മാരേജ് ആക്ട് കൊണ്ടുവന്നു. അത് പ്രകാരം വിവാഹം മതവിശ്വാസം തുടർന്നുകൊണ്ട് തന്നെ, അതിന് മുമ്പുണ്ടായിരുന്ന 1874 ആ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം മതം ഒഴിവാക്കണമായിരുന്നെങ്കിൽ 1954 സ്പെഷ്യൽ മാരേജ് ആക്ട് ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷം മതം നിന്നുകൊണ്ട് തന്നെ, ഏതെങ്കിലുമൊക്കെ മതത്തിൽ നിന്നുകൊണ്ട് തന്നെ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം മതത്തിനുപരിയായിട്ട് അവർക്ക് വിവാഹം രജിസ്റ്റർ ചെയ്യാമായിരുന്നു എന്നുള്ളതാണ് ആ നിയമം. അതിനുശേഷം ഏത് പൗരനും ആ നിയമം ഉപയോഗിക്കാമായിരുന്നു. അവരുടെ മതത്തിൻ്റെ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം ഷുക്കൂർ വക്കീൽ, നോക്കൂ, ഷുക്കൂർ വക്കീൽ അവരുടെ ഇന്നോ കാലത്ത് ഇസ്ലാമിക നിയമപ്രകാരം വിവാഹിതരായ ഷുക്കൂർ വക്കീലും ഭാര്യയും, അഡ്വക്കേറ്റ് ഷീന ഷുക്കൂർ എന്നാണ് അവരുടെ ഭാര്യയുടെ പേര് തോന്നുന്നു, അവർ രണ്ടുപേരും വീണ്ടും വിവാഹിതരായി. അവർ പറയുന്നു, ശരീഅത്ത് പ്രകാരമാണെങ്കിൽ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എൻ്റെ മക്കൾക്ക്, പെൺകുട്ടികളാണ് എനിക്കുള്ളത്, അവർക്ക് സ്വത്ത് ലഭിക്കില്ല, എൻ്റെ മറ്റുള്ളവർക്ക് പോകും. അതുകൊണ്ട് ഞാൻ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം വീണ്ടും വിവാഹിതരാകുകയാണെന്ന് പറഞ്ഞ് ഏക സിവിൽ കോഡിനെ കുറിച്ച് കേരളത്തിലൊരു ചർച്ചയ്ക്ക് ഈ അടുത്ത കാലത്ത് ഷുക്കൂർ വക്കീൽ ആണ് ഈ ഒരു തിരികൊളുത്തിയത്. 1954
ഈ നിയമപ്രകാരം എല്ലാവർക്കും സ്പെഷ്യൽ മാരേജ്, അതാണ് ആക്ട് പ്രകാരം വിവാഹിതരായാൽ ഇന്ത്യൻ നിയമമാണ്, ഇന്ത്യൻ പൊതു നിയമമാണ്, ഹിന്ദു കോഡ് എന്ന് പറയുന്ന ആ നിയമമാണ് ബാധകമാവുക. അപ്പോൾ നോക്കൂ, ഇപ്പോൾ ഈ ഹിന്ദു കോഡ് അല്ലെങ്കിൽ ഈ ഇന്ത്യയിലെ പൊതു നിയമത്തിൽ നിന്ന് മുസ്ലിം സമൂഹം വ്യത്യസ്തമാണ്. അവർ പുറത്താകുന്ന അവർ ശരീഅത്ത് നിയമപ്രകാരമാണ് ഇന്ത്യൻ സിവിൽ നിയമങ്ങൾ, വ്യവഹാര കോടതികൾ തീരുമാനം എടുക്കുക എന്നുള്ളതാണ്. അതിന് പകരമായി നോക്കൂ, മതേതരത്വം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും മതവിഭാഗത്തിന്റെ താല്പര്യങ്ങൾ പ്രീണിപ്പിക്കുക, അവർക്ക് അനുസരിച്ച് നിൽക്കുക എന്നല്ല. മത ഇതരത്വം എന്ന വാക്കിൽ നിന്നാണ്. മതം എന്നുള്ളതിനെ മാറ്റി നിർത്തിക്കൊണ്ട് മതത്തിനൊരു സ്ഥാനവുമില്ലാത്ത ഒരു ചിന്താഗതിയും ഒരു ജീവിത രീതിയാണ് മതേതരത്വം. മത ഇതരത്വമാണ് മതത്തിന് ഒരു സ്ഥാനം. പക്ഷെ മതേതരത്വം എന്ന് പറയുമ്പോൾ മതത്തിന് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് ഇന്ന് ആളുകൾ കാണുന്നത്. ഒരു സെക്യുലർ രാജ്യം എന്ന് പറയുന്നത് മതത്തിന് യാതൊരു സ്വാധീനവും ഇല്ലാത്ത ഒരു രാജ്യമാണ് നമ്മൾ വിവക്ഷിക്കുന്നത്. ഇപ്പോൾ അങ്ങനെയല്ല മതേതരത്വം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മതേതരത്വ രാജ്യത്തേക്കുള്ള പ്രയാണത്തിൽ ഏത് മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും രാജ്യം നിഷ്കർഷിക്കുന്ന ഒരു നിയമം വേണം എന്നുള്ളതിൽ നിന്ന് തന്നെയാണ് ഈ ഏക സിവിൽ കോഡ് എന്നുള്ള ചിന്ത ഉരുത്തിരിഞ്ഞു വരുന്നത്. അതിനുള്ള പരിശ്രമങ്ങൾ, പുരോഗമന ഉൽപ്പതിഷ്ണുക്കളായ നമ്മുടെ ഭരണാധികാരികൾ അതിലേക്ക് ശ്രമിക്കുന്നത്. ഏക സിവിൽ കോഡിനെ കുറിച്ച് അല്ലെങ്കിൽ യൂണിഫോം സിവിൽ കോഡിനെ കുറിച്ച് പറയുമ്പോഴൊക്കെ ഉയർന്നു വരുന്ന ഒരു പേരാണ് ഷബാനു ബീഗം. ഷബാനു കേസ് എന്നാണ് നമ്മൾ അറിയപ്പെടുക. അത് കേൾക്കാത്ത ഇന്ത്യക്കാരുണ്ടാവില്ല, ഇന്ത്യൻ രാഷ്ട്രീയക്കാരുണ്ടാവില്ല. രാഷ്ട്രീയത്തെക്കുറിച്ച് കുറച്ചെങ്കിലും അറിയുന്ന ആളുകൾ ഷബാനു ബീഗം കേസ് അതിനെക്കുറിച്ച് അറിയുകയുണ്ടാവില്ല. എന്താണ് ഷബാനു ബീഗം കേസ് എന്ന് നമ്മളൊന്ന് ഈ ചരിത്രം പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ഏക സിവിൽ കോഡിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ അറിയേണ്ടതുണ്ട്. ഷബാനു ബീഗം കേസ് നോക്കൂ. ഷബാനു ബീഗം എന്ന് പറയുന്ന ഒരു 73 വയസ്സുള്ള ഒരു സ്ത്രീ 1980 അവർക്ക് അനുകൂലമായിട്ടൊരു പ്രാദേശിക കോടതി വിധിയുണ്ടായി. അവരുടെ ഭർത്താവ് മുഹമ്മദ് അഹമ്മദ് ഖാൻ എന്ന് പറയുന്ന അവരുടെ ഭർത്താവ് 40 വർഷത്തെ ദാമ്പത്യത്തിന് ശേഷം 60 വർഷത്തെ ദാമ്പത്യത്തിന് 60 വർഷം കൂടെ താമസിച്ച് 13 വയസ്സിൽ വിവാഹിതരായി. അതിനുശേഷം 60 വർഷം കൂടെ താമസിപ്പിച്ച് ഈ സ്ത്രീയെ ഇദ്ദേഹം ഡിവോഴ്സ് ചെയ്തു, അതായത് തലാക്ക് ചൊല്ലി. തലാക്ക് അദ്ദേഹം പറഞ്ഞു, എനിക്ക് അതായത് ജീവിതത്തിന്റെ അന്ത്യനിമിഷത്തിലേക്ക് അടുക്കുന്ന 70-ാമത്തെ വയസ്സ് 13-ാമത്തെ വയസ്സിൽ സഹധർമ്മിണിയായി നിക്കാഹ് കഴിച്ചതിന് ശേഷം കൂടെ താമസിപ്പിച്ച മക്കളായി പേരക്കുട്ടികളായി അതിനുശേഷം ഈ 60 വർഷത്തിന് ശേഷം അദ്ദേഹം പറഞ്ഞു, നിന്നെ ഞാൻ മൊഴി ചൊല്ലിക്കുകയാണെന്ന് പറഞ്ഞു. 3 വക്കം മുത്തലാക്ക് ചൊല്ലി ഒഴിവാക്കി. ഇവർ കോടതിയിൽ പോയി. 1980 ഒരു പ്രാദേശിക കോടതി ഇവർക്ക് അനുകൂലമായിട്ട് വിധിച്ചു, ഇവർക്ക് ജീവനാംശം നൽകണമെന്ന്. അത് ഒരു ചരിത്രമായിരുന്നു. കാരണം അങ്ങനെ ശരീഅത്ത് നിയമപ്രകാരം അങ്ങനെ തലാക്ക് ചൊല്ലിയാൽ ആ ജീവനാംശത്തിനുള്ള അർഹതയില്ലായിരുന്നു. കോടതി അത് ചൊല്ലി. അതിനുശേഷം ഇദ്ദേഹം ഒരു സുപ്രീം കോടതിയിൽ മുഹമ്മദ് അഹമ്മദ് ഖാൻ എന്ന് പറയുന്ന ഇദ്ദേഹം വലിയ സമ്പന്നൻ. അദ്ദേഹം സുപ്രീം കോടതിയിൽ ഒരു ഹർജി ഫയൽ ചെയ്തു. മുസ്ലിം സംഘടനകളുടെ പിന്തുണ അദ്ദേഹത്തിനുണ്ടായിരുന്നു. നോക്കൂ, 1985 സുപ്രീം കോടതി ഷബാന കേസിന് അനുകൂലമായി വിധിച്ചു. ഷബാനു ബീഗത്തിന് ജീവനാംശത്തിന് അർഹതയുണ്ടെന്ന് മാത്രമല്ല, ഈ മുസ്ലിം സ്ത്രീകളുടെ ദുരവസ്ഥ മാറണമെങ്കിൽ ഏക സിവിൽ കോഡ് നിർബന്ധമായി ഇന്ത്യൻ ഗവൺമെന്റ് നടപ്പിലാക്കണം എന്നുള്ളൊരു വിധി പുറപ്പെടുവിച്ചു. ഇത് യാഥാസ്ഥിതിക മുസ്ലിം സമൂഹത്തിന് ഇടയിൽ ഒരു വലിയൊരു സംഘർഷം സൃഷ്ടിച്ചു. നോക്കൂ, വോട്ട് ബാങ്കായി കണ്ടിരുന്ന അന്നത്തെ രാജീവ് ഗാന്ധി ഇതിനെ മറികടക്കുവാൻ വേണ്ടി നിയമം നിർമ്മിച്ചു. ആരിഫ് മുഹമ്മദ് ഖാനെയാണ്, നമുക്കറിയാം നമ്മുടെ കേരളത്തിലെ ഗവർണറായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാനെയാണ്. ഈ വിധി വന്നപ്പോൾ ആദ്യഘട്ടത്തിൽ കോൺഗ്രസ് സർക്കാർ ഇതിനെ അനുകൂലിച്ചു. പാർലമെന്റിൽ ഇത് വിശദീകരിക്കാൻ വേണ്ടി അന്നത്തെ കോൺഗ്രസിന്റെ മുസ്ലിം മുഖമായിട്ടുള്ള മുഹമ്മദ് ആരിഫ് ഖാനെയാണ് രാഹുൽ ഗാന്ധിയുടെ അച്ഛൻ രാജീവ് ഗാന്ധി ചുമതലപ്പെടുത്തിയത്. അദ്ദേഹം അതിമനോഹരമായി പാർലമെന്റിൽ അതിമനോഹരമായി ഈ വിധിയെ പിന്തുണച്ചുകൊണ്ട് സംസാരിച്ചു. പക്ഷെ കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ ഈ മുസ്ലിം യാഥാസ്ഥിതികരുടെ സമ്മർദ്ദത്താൽ രാജീവ് ഗാന്ധി ഒരു ബില്ല് അവതരിപ്പിക്കുകയും ഈ ജീവനാംശം ഇതിൽ നിന്ന് ഒരു എക്സംഷൻ കൊടുക്കുകയും ചെയ്തു. മുസ്ലിം സമുദായത്തിന് ഈ വിധിയെ മറികടക്കുവാൻ വേണ്ടി ആർട്ടിക്കിൾ 125 ബാധകമല്ല, അതായത് സെക്ഷൻ 125
സെക്ഷൻ ഇതിലെ സെക്ഷൻ 125 ഇത് ഇവർക്ക് ബാധകമല്ല, മുസ്ലിമിന് ബാധകമല്ല എന്നുള്ള രീതിയിലുള്ള ഒരു നിയമം കൊണ്ടുവന്നു. പോടാ പുല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ആരിഫ് മുഹമ്മദ് ഖാൻ രാജീവ് ഗാന്ധിയുടെ മുഖത്തേക്ക് രാജി വലിച്ചെറിഞ്ഞ് രാജിക്കത്തെറിഞ്ഞുകൊണ്ട് പോവുകയാണ് ചെയ്തത്. ചരിത്രത്തിൻ്റെ സുവർണ താളുകളിൽ എഴുതി വെച്ച ഒരു അധ്യായമാണത്. ആരിഫ് മുഹമ്മദ് ഖാൻ, നിങ്ങൾ ഈ രാജ്യത്തിന് രാജ്യദ്രോഹമാണ് ഇത് ചെയ്തതെന്ന് രാജീവ് ഗാന്ധിയുടെ മുഖത്ത് നോക്കി രാജിക്കത്ത് എടുത്ത് എറിഞ്ഞു കൊടുത്തുകൊണ്ട് പോവുകയാണ് ചെയ്തത്. സുപ്രീം കോടതിയുടെ വിധി മറികടക്കാൻ കോൺഗ്രസ് സർക്കാർ 125 മുസ്ലിങ്ങൾക്ക് ബാധകമല്ല എന്ന് നിയമം കൊണ്ടുവന്നു. നോക്കൂ, ഈ ഏകീകൃത സിവിൽ കോഡ് വരുന്നത് കൊണ്ട് മുസ്ലിം ജനവിഭാഗത്തിനോ മറ്റ് മത സമുദായത്തിനോ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു സാധ്യതയുമില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം നമുക്ക് സ്വാതന്ത്ര്യ പൂർവ്വകാലം മുതൽ തന്നെ ഗോവയിൽ ഈ ഏക സിവിൽ കോഡ് ഉണ്ട്. ഗോവയിലെ എല്ലാവർക്കും ഒരു നിയമമാണ്, സിവിൽ നിയമമല്ല, എല്ലാവർക്കും ഒരു നിയമമാണ്. അതുപോലെ നോക്കൂ, ഉത്തരാഖണ്ഡിൽ ഇത് പാസ്സാക്കിയിട്ടുണ്ട്. 2024 ഫെബ്രുവരി 7 ഉത്തരാഖണ്ഡ് നിയമസഭ ഏകീകൃത സിവിൽ കോഡ് പാസ്സാക്കിയിട്ടുണ്ട്. പുഷ്പകുമാർ ധാമി എന്ന് പറയുന്ന അവിടുത്തെ മുഖ്യമന്ത്രി അത് പറഞ്ഞത് ചരിത്രമാണിത് എന്ന് പറഞ്ഞുകൊണ്ട് 2024 ഫെബ്രുവരി 7 ഉത്തരാഖണ്ഡിൽ ഇത് പാസ്സാക്കിയിട്ടുണ്ട്. നമുക്ക് 2026 2 വർഷം കഴിഞ്ഞു. ഇനിയും അവിടെ മുസ്ലിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നറിയില്ല. നോക്കൂ, അപ്പോൾ ഈ ഒരു രാജ്യത്തിൻ്റെ മുന്നോട്ട് പോക്കിന് അത്യന്താപേക്ഷിതമാണ് ഈ ഒരു നിയമനിർമ്മിതി. അത് തന്നെയാണ് സുപ്രീം കോടതി ഇന്ന് ചൂണ്ടിക്കാണിച്ചത്. ഇനി ഏകീകൃത സിവിൽ കോഡ് വരുമോ എന്നുള്ളത് തന്നെയാണ്. വരുമോ എന്ന് ചോദിച്ചാൽ വരും എന്ന് തന്നെയാണ്. കാരണം ഇന്ന് പറഞ്ഞതെല്ലാം നടത്തുന്ന ഒരു സർക്കാർ തന്നെയാണ്. എന്തൊക്കെ കുറ്റം പറഞ്ഞാലും നോക്കൂ, ഇന്ന് കേന്ദ്രം ഭരിക്കുന്ന ഈ രാജ്യം ഭരിക്കുന്ന പാർട്ടി 1998, 2019, 2024 എന്നുള്ളത് ആ പാർട്ടി അവരുടെ പ്രകടന പത്രികയിൽ ഇത് ഉൾപ്പെടുത്തിയിരുന്നതാണ്. വർഷങ്ങളായി, കാലാകാലങ്ങളായി അവരുടെ പ്രകടന പത്രികകളിൽ ഇല്ലെങ്കിൽ അവർ പറഞ്ഞിരുന്ന കാര്യങ്ങളാണ്. രാമക്ഷേത്രം തുടങ്ങി ആർട്ടിക്കിൾ 370, അതായത് ജമ്മു കാശ്മീരിൻ്റെ ഇന്ത്യൻ നിയമങ്ങളൊന്നും ജമ്മു കാശ്മീരിൽ ബാധകമായിരുന്നില്ല. ജമ്മു കാശ്മീരിൻ്റെ 370 വകുപ്പ് എടുത്തു കളയുന്ന അടക്കമുള്ള നിയമങ്ങളെല്ലാം ഒരിക്കലും നടപ്പിലാകില്ല എന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം നടപ്പിലാക്കി. ഇതും ഈ സർക്കാർ നടപ്പിലാക്കും. കാരണം നോക്കൂ, 2023 ജൂൺ 14 ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കാൻ 22ാമത് നിയമ കമ്മീഷൻ മതസംഘടനകളിൽ നിന്നും പൊതുജനങ്ങളിൽ നിന്നും അഭിപ്രായം തേടി. ഈ നോട്ടിഫിക്കേഷൻ പുറത്തിറക്കിയതിന് ശേഷം 30 ദിവസത്തിനകം, നോക്കൂ 2024 ജൂൺ 14 അത് കൃത്യമായിട്ട് അതിനുള്ള നിയമങ്ങൾ ഇല്ലെങ്കിൽ അതിനുള്ള മുന്നോട്ട് പോക്കെല്ലാം അണിയറയിൽ ഏകദേശം ആ പായസം വെന്തു തുടങ്ങി. അത് എല്ലാവർക്കും വിളമ്പും, വളരെ മധുരകരമായി വിളമ്പും എന്നുള്ളത് തന്നെയാണ്. അത് 30 ദിവസത്തിനകം നിർദ്ദേശങ്ങൾ തരണം. മതസംഘടനകളും വിദ്യാർത്ഥികളിൽ നിന്നും എല്ലാം ഈ പൊതുജനങ്ങളിൽ നിന്നും എല്ലാം അഭിപ്രായങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഇത് 22ാം നിയമ കമ്മീഷൻ മുന്നോട്ട് പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സുപ്രീം കോടതിയുടെ ഈ നിയമം പാസ്സാക്കി കഴിഞ്ഞാൽ ഒരിക്കലും സുപ്രീം കോടതിയിൽ പോയാൽ സുപ്രീം കോടതി ചവറ്റുകുട്ടയിലേറിയും. പിന്നെ രാഹുൽ ഗാന്ധി സ്വപ്നം കാണുന്നത് രീതിയിലുള്ള ജൻസി പ്രക്ഷോഭം, അങ്ങനെ കലാപമൊക്കെയാണ്, അതൊക്കെ അടിച്ചമർത്താനുള്ള ഇല്ലെങ്കിൽ അത്തരം ഇന്നും ഒരു ബഹുസ്വര സമൂഹത്തിൽ അല്ലെങ്കിൽ ബുദ്ധിപൂർവമായി എനിക്ക് ജീവിക്കണം, മതങ്ങൾക്കപ്പുറത്ത് ജീവിക്കണം എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹമുണ്ട്. മതത്തിന് വലിയ പ്രാധാന്യമൊന്നും കൽപ്പിക്കാത്ത ഒരു സമൂഹമുണ്ട്. ആ സമൂഹം ഇത്തരം ഒരു സംഘർഷത്തിനൊന്നും മുതിരില്ല. കാരണം മതങ്ങൾ എങ്ങനെയാണ് ഈ സമൂഹത്തിന് ചെയ്തത്, ഈ രാജ്യത്തോട് ചെയ്തത് എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. നോക്കൂ, മതങ്ങളല്ല മനുഷ്യനെ മുന്നോട്ട് നയിക്കേണ്ടത്, മതങ്ങളല്ല. അത് ഒരുപാട് കാലഘട്ടത്തിൽ നോക്കൂ, കാർൽ മാർക്സ് പറഞ്ഞിട്ടുണ്ട്, മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണെന്ന്. മനുഷ്യൻ്റെ വേദനകൾക്ക് അവനെ തൽക്കാലം മയക്കിക്കിടത്താൻ പണ്ട് കാലങ്ങളിൽ മതത്തിന് സാധിച്ചിരുന്നു. പക്ഷെ മതം രാഷ്ട്രീയത്തിലേക്ക് കടന്നു, ഭരണം നിയന്ത്രിക്കാൻ തുടങ്ങി, മതം വല്ലാതെ ചീഞ്ഞളിഞ്ഞു തുടങ്ങി. ഇന്ന് ഈ ലോകത്തിൻ്റെ ചരിത്രം പഠിക്കുന്നവർക്കറിയാം, ഏറ്റവും അധികം മനുഷ്യാവകാശ ലംഘനങ്ങളും ധ്വംസനങ്ങളും ഉണ്ടായിട്ടുള്ളത്, ഏറ്റവും അധികം കൂട്ടക്കൊലകൾ നടന്നിട്ടുള്ളത് മതത്തിൻ്റെ പേരിലാണ്. മതം മനുഷ്യൻ ഒരു സംഭാവനയും ചെയ്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. മതം എന്നുള്ളത് തന്നെ മനുഷ്യത്വ വിരുദ്ധമാണ് എന്നുള്ളതാണ്. നോക്കൂ, വിശ്വാസമാവാം,
യേശുവിലോ മുഹമ്മദിലോ അള്ളാഹുവിലോ കൃഷ്ണനിലോ രാമനിലോ ആർക്കും വിശ്വസിക്കാം. അതിനപ്പുറത്തേക്ക് മതങ്ങൾ ഒരു മനുഷ്യൻ്റെ ചലനത്തെ പോലും നിയന്ത്രിക്കുന്ന കാലഘട്ടത്തിൽ നിന്നും മുന്നോട്ട് പോകാതെ ഈ സമൂഹത്തിന് രക്ഷയില്ല. മതങ്ങളോട് മാറിക്കടാശട എന്ന് പറയാൻ നമുക്ക് സാധിക്കണം. മതങ്ങൾ കൊണ്ട് ലോകത്തിന് ഒരു ഗുണവും ഉണ്ടായിട്ടില്ല. നോക്കൂ, ഇപ്പോൾ പോലും ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിന് പോലും ഒരു മതത്തിൻ്റെതായിട്ടുള്ളൊരു പശ്ചാത്തലമുണ്ട്. ഒരു മതത്തിൻ്റെതായിട്ടുള്ള പശ്ചാത്തലമുണ്ട്. ഇന്നും ഇപ്പോൾ ഈ ഇരിക്കുന്ന സമയത്ത് ഈ വയനാട്ടിലിരുന്നു കൊണ്ട് പോലും ഈ യുദ്ധത്തിൻ്റെ കെടുതികൾ അനുഭവിക്കുന്നു. നോക്കൂ, ഗ്യാസിന് നിയന്ത്രണം വരുന്നു. കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ധനങ്ങൾ, പെട്രോൾ അടക്കമുള്ള ഇന്ധനങ്ങൾക്ക്, നിത്യോപയോഗ സാധനങ്ങൾക്ക് വില വർദ്ധിക്കും. ഇങ്ങനെയുള്ള വലിയ പ്രതിസന്ധികളെ നേരിടുകയാണ്. അതിന് പുറകിലും ഈ യുദ്ധങ്ങൾക്ക് പിറകിലും പോലും മതമാണെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് നിഷേധിക്കാനാവില്ല. മതം ലോകത്തിൽ കൂട്ടക്കൊലകളും രക്തച്ചൊരിച്ചിലുമല്ലാതെ മതം ലോകത്തിന് മുന്നോട്ട് പോകാനുള്ള വഴി കാണിച്ചു കൊടുത്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. മതത്തിനോട് മാറി നിന്നുകൊണ്ട് ഈ രാജ്യത്തിന് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുവാനുള്ള ഒരു പാതയൊരിക്കലും കൃത്യമായിട്ട് മതേതരത്വത്തെ പുഷ്ടിപ്പെടുത്താനുള്ള ഈ നിയമത്തെ സർവാത്മന ഓരോ ഭാരതീയനും, ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന രാജ്യസ്നേഹികളായിട്ടുള്ള ഓരോ ഭാരതീയനും ഏക സിവിൽ കോഡിനെ പിന്തുണയ്ക്കണം. അതിന് നിങ്ങളെ രാഷ്ട്രീയമോ ജാതി വർഗ വർണ്ണ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണം എന്ന് മാത്രമാണ് പറയാനുള്ളത്. എൻ്റെ വീഡിയോ ഇതുവരെ വീക്ഷിച്ച എല്ലാവർക്കും നന്ദി പറയുന്നു. എന്തായാലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവേത് സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.